അയാൾ പറയുന്നത് അത്ര കണ്ടങ്ങ് വിശ്വസിക്കാൻ വയ്യ. അയ്യോ, എനിക്ക് പേടിയാവുന്നേ. എന്തെങ്കിലും പിന്നെ എവിടെ പോയതായിരിക്കും? കൊട്ടാരക്കരയ്ക്ക് അവൾ പോയിട്ടില്ല. എന്തായിരിക്കും സംഭവിച്ചത്? ആർക്കറിയാം? മിസ്റ്റർ അനന്തൻ, ഞാൻ സംശയിക്കും. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒന്ന് വേഗം പോയി അന്വേഷിക്കൂ. ഒന്ന് എഴുന്നേൽക്കുന്നേ. ശ്രീനി, ഹലോ ചന്ദ്രൻ, come on, sit down. ശരന്തൻ ഇരിക്കണം. ശ്രീനി, സത്യം പറയാം, രാഗിണിയുണ്ട്. രാഗിണി പുകച്ചുരുളുകളായി ആകാശത്തിലേക്ക് പോയി. ശ്രീനി, ദയവ് ചെയ്ത് എന്നോടെങ്കിലും നീ സത്യം പറയും. എന്താണ് ഉണ്ടായത്? പ്രൊഫസർ ശ്രീനിവാസന്റെ ഭാര്യയെ കാണാനില്ലെന്നും അതിന്റെ പിന്നിൽ പല കഥകളുണ്ടെന്നും പത്രത്തിൽ എഴുതിയിരിക്കുന്നു. മറ്റുള്ളവർക്ക് എന്ത് പറഞ്ഞുകൂടാ. യക്ഷിലോകത്തെ പറ്റി വിശ്വാസമില്ലാത്തവർക്ക് രാഗിണി ഒരു മനുഷ്യ സ്ത്രീയാണെന്നേ വിശ്വസിക്കാനോ. പക്ഷെ ചന്ദ്ര, എന്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ നോക്കിയിരിക്കെ എന്റെ രാഗി പുകച്ചുരുളുകളായി ചുരുളുകളായി ഇങ്ങനെ ആകാശത്തിലേക്ക്. രാഗിയെ, എന്റെ രാഗിയെ, രാഗിയെ. ആരാത്? രാഗി, എന്റെ രാഗി, 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 രാഗി. നിങ്ങൾ കറക്റ്റ് ടൈമിനാണ് ഇവിടെ വന്നത്. എന്റെ വൈഫിനെ കാണാനല്ല, രാഗിയെ. കണ്ടോ? നിങ്ങൾ വല്ലതും കണ്ടോ? കണ്ടില്ലേ? കണ്ടില്ല. നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അല്ല, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും വിശ്വസിക്കില്ല. പക്ഷെ സബ് ഇൻസ്പെക്ടർ, ഞാനൊന്ന് പറയാം. എന്റെ രാഗി പുകച്ചുരുളുകളായി ആകാശത്തേക്ക് ഇങ്ങനെ പോകുന്നത് ഈ കണ്ണുകൊണ്ട് നോക്കി നിന്നവനാണ് ഞാൻ. രാഗി, രാഗി. ശ്രീനിവാസൻ, ഞങ്ങളുടെ കൂടെ ഒന്ന് വരൂ. ESP അദ്ദേഹം നിങ്ങളൊന്ന് കാണണം. I see. Oh, yes. Well, excuse me. ഷർട്ട് ഒന്ന് എടുത്തോട്ടെ. ഷർട്ടില്ലാതെ ഞാനൊരു ശാസ്ത്രജ്ഞനാണ്. ലോകത്തിന്റെ പല അറകളും ഇനിയും മനുഷ്യൻ കണ്ടെത്താൻ. സ്പേസിലേക്ക് ശാസ്ത്രത്തിന്റെ വെളിച്ചം വീശുന്നതിന് മുൻപ് ആകാശത്തുകൂടി ഒരു മനുഷ്യൻ സഞ്ചരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമായിരുന്നു? അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ നോക്കിയിരിക്കെ എന്റെ കൺമുമ്പിൽ വെച്ച് രാഗിണി പുകച്ചുരുളുകളായി ആകാശത്തിലേക്ക്. മിസ്റ്റർ ശ്രീനിവാസൻ, അല്പനേരം അടുത്ത മുറിയിലിരിക്കും. എനിക്ക് തോന്നുന്നത് അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജ് അല്ലേ. ഒരു മനഃശാസ്ത്ര വിദഗ്ധന്റെ അടുത്തേക്ക് ശ്രീനിയെ അയക്കണം. ഗുഡ് മോർണിംഗ്. ഗെറ്റ് മീ ദാറ്റ് ഇഞ്ചക്ഷൻ. നല്ലവണ്ണം ഉറങ്ങിയോ? സൂര്യോദയം വരെ ഉറങ്ങി. ഡോക്ടർ, എന്നും സൂര്യൻ ചോരയിൽ കുളിച്ചു മരിക്കുന്നു, ചോരയിൽ തന്നെ ജനിച്ചു. ശ്രീനിവാസൻ ഒരു കവിയാണല്ലോ. Is it for me? Yes. മിസ്റ്റർ ശ്രീനിവാസൻ, നമുക്ക് ആ മുറിയിൽ പോയിരുന്നു കുറച്ചു നേരം സംസാരിക്കാം. ഓ യെസ്. Srini, you can lie down there.
യെസ് ഡോക്ടർ. മിസ്റ്റർ ശ്രീനിവാസൻ, യെസ്. വി വിൽ പ്ലേ എ ഗെയിം. നല്ല നേരം പോക്കുള്ളതാണ്. എന്ത് ഗെയിം ഡോക്ടർ? ഞാനൊരു വാക്ക് പറയും. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ തോന്നുന്ന വാക്ക് നിങ്ങൾ പറയണം. യെസ്, അത് റെഡി? ഐ ആം റെഡി. പച്ച, പാവാട, പുഷ്പം, തലമുടി, ചുവപ്പ്, ചുവപ്പ് രക്തം, അല്ല അല്ല അധരം, അധരം, തോൽവി, വിജയം, വിജയ, വിജയ, യെസ്, വിജയലക്ഷ്മി. വിജയലക്ഷ്മിയോ? ആരാണത്? അവൾ എന്റെ കാമുകയായിരുന്നു ഡോക്ടർ. അവസാനമായി ഞാൻ അയാൾക്ക് ഷോക്കും കൊടുത്ത് കിടത്തിയിരിക്കുകയാണ്. ശ്രീനി സംസാരിക്കാറുള്ളതെല്ലാം നല്ല ബോധമുള്ള വിധത്തിലാണ്. യെസ്, അയാൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് കൂടി വിശ്വസിക്കാൻ തോന്നി. അതെല്ലാം അതിന്റെ ലക്ഷണങ്ങളാണ്. ശ്രീനിയെ കിടത്തിയിരിക്കുന്ന മുറിയിൽ ഞാൻ ചില പ്രത്യേക സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ശ്രീനി, ശ്രീനി, ചന്ദ്ര, എന്താ ശ്രീനി? ചന്ദ്ര, എന്റെ രാഗി അന്ന് ഞാൻ രാഖി ഈ കഥ തുറന്നേ. ഒന്ന് തുറന്നേ, ഒരു കാര്യം പറയാനാ. പ്ലീസ് ഓപ്പൺ ഇറ്റ്. ഒന്ന് തുറന്നേ, ഒന്ന് തുറന്നേ, തുറന്നേ. ശ്രീനി, 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 ശ്രീനി. ശ്രീനി,
ഞാൻ അവളെ കൊന്നു. ഭ്രാന്തനായിരുന്ന ഞാൻ അവളെ വെട്ടി നുറുക്കി മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ചു. എന്നിട്ട് വീട്ടിനകത്ത് കുഴിച്ചു. സാർ, ഫോളോ മീ.